നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയതായി ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ആ പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്ക് കൂടുതൽ ഡെപ്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എഡ്യൂക്കേഷൻ? എന്താണ് ജ്ഞാനം? നമ്മൾ ജ്ഞാനം എന്നുള്ള ആ വാക്ക്, നോളജ് എന്നുള്ള വാക്ക്, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അനുഭവിക്കുന്ന എക്സ്പീരിയൻസസും ആ എക്സ്പീരിയൻസസിനെ ഡീൽ ചെയ്യാൻ ഉള്ള ആ കഴിവുകളും ഈ തരത്തിൽ മാത്രം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് മാത്രം സാധിക്കുമോ? നമ്മൾ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ് തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ ഉള്ളിലാണ്. ഉള്ളിലല്ലേ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. നമ്മൾ പുറമേ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളുടെ ഫലം ആഗ്രഹിക്കുന്നു. നമ്മൾ ഫലങ്ങളെ നല്ല ഫലങ്ങൾ, ചീത്ത ഫലങ്ങൾ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് അഭികാമ്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ജീവിതം സുഖമായി എന്ന് കരുതുക. നേരെ മറിച്ചിട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണെങ്കിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ നമ്മൾ പരാജയം, അത് വിഷമമായിട്ട് കരുതുക. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഈ പ്രവൃത്തിയെ നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയും. നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നല്ലത് എന്നുള്ളത് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത് അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. മോശമുള്ളതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ആഗ്രഹങ്ങൾ. അങ്ങനെ നമ്മളൊരു സോണിൽ നിൽക്കുകയാണ്, കംഫോർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇവിടെ എത്ര വലിയ പദവിയിൽ നിൽക്കുകയാണെങ്കിലും, എത്ര സാമ്പത്തികമായി ഉയർന്ന ഒരാളാണെങ്കിലും ഈ ഒരു നാരോ ഫീൽഡിലാണ് പലപ്പോഴും കുടുങ്ങി നിൽക്കുന്നത്.
വീട് ചെറുതാവാം, വീട് വലുതാവാം, നമ്മുടെ പ്രവൃത്തി മേഖല ചെറുതാവാം അല്ലെങ്കിൽ വലുതാവാം. ചിലപ്പോൾ ലോകം മുഴുവൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി മേഖലയായിരിക്കാം. പക്ഷെ അവിടെയും നമ്മുടെ ആഗ്രഹങ്ങൾ ഇടപെടും. നമ്മുടെ മാസ്റ്റേഴ്സ്, ഗുരുക്കന്മാര് ആഗ്രഹങ്ങൾ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു. കാരണം ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ഈ സൈക്കിളിൽ കുടുക്കിയിടുന്നത്. ബാബുജി മഹാരാജ്, സഹജമാർഗത്തിന്റെ ഗുരുനാഥനായിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത് ആഗ്രഹം എന്ന് പറയുന്നത്, കാമം എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ അതെങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. എന്താണ് ഈ ആഗ്രഹത്തിന്റെ അടിസ്ഥാനം? നമ്മൾ എന്തെങ്കിലും കാര്യം ശരിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ശരിയായിട്ട് രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കും. ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. സഹജമാർഗത്തിന്റെ ആദി ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് നിരന്തര സത്യം എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കാര്യം ഡിസ്ക്രൈബ് ചെയ്തു. ഞാൻ എന്നുള്ള ഈ ഭാവം, അഹംബോധം ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റിൽ നിന്നാണ് പ്രകടം ആയിട്ടുള്ളത്. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്. നമ്മൾ ഒന്നും ഒഴിവാക്കുന്നില്ല, എല്ലാം നമ്മൾ ഉള്ളിൽ നിന്നും അറിയുന്ന ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്. നമ്മൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്. അപ്പം അങ്ങനെ സ്റ്റേറ്റിനെ പറ്റിയിട്ട് സങ്കല്പിച്ച് നോക്കും. അവിടെ നിന്നും ഞാൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. വീട്ടില് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഏത് മുറിയിലേക്കും പോവാം, അച്ഛനും അമ്മയും എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. നമുക്ക് വേണമെങ്കിൽ വാശി പിടിക്കാം, എതിർക്കാം, എന്നാലും അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു സമയത്ത് എൻ്റെ കഴിവുകൊണ്ട് തന്നെ ഞാൻ നേടിക്കോളാം എന്ന് ചിന്തിച്ചിട്ട് വീട്ടിൽ നിന്നും മാറി നിൽക്കുക, വിട്ടുപോകണം. അതാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീഡത്തിന്റെ തോന്നല്, ഒരു ബോധം ഉള്ളിലുണ്ട്. അപ്പൊ അതേ തരത്തിലുള്ള ഒരു ഫ്രീഡം, ഒരു പൂർണ്ണത കൊണ്ടുവരണം എന്ന് ഉള്ളില് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തിക്കുന്ന മേഖലയായാലും സ്കൂളായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും നമ്മൾ ശരിക്കും ആ ഒറിജിനൽ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ആ ഒരു അനുഭവം, സ്നേഹത്തിന് അനുഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളതൊന്നും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ അത് പലതും ചെയ്തു നോക്കുക. നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കി നോക്കുന്നു, പഠിച്ചു നോക്കുന്നു, എന്നിട്ട് അത് തിരിച്ച് ലഭിക്കുന്നില്ല. അപ്പൊ ഇത് പുറത്താണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് വീട്ടിലുള്ള സ്വാതന്ത്ര്യം. എന്തുകൊണ്ടാണ്? സൗകര്യം ഉള്ളതുകൊണ്ടാണ്. കിടക്ക വളരെ ഗംഭീരമായിട്ടതുകൊണ്ടാണ്. ചിലപ്പോൾ ഷെയറിംഗ് ആയിട്ടായിരിക്കും ബാത്റൂം ഉപയോഗിക്കുന്നത്, ടോയ്ലറ്റ്സ് ഷെയർ ചെയ്തായിരിക്കും, ഇരിക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ അവിടൊക്കെ നമുക്ക് ഫ്രീഡം കിട്ടുന്നത് പോലെ നമുക്ക് സ്നേഹമുണ്ട്. സ്നേഹമാണ് സ്വാതന്ത്ര്യം നൽകിയിരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ അതിനെ വിസ്മരിച്ചിട്ട് നമ്മൾ പുറമേ ഈ ഒരു പൂർണ്ണതയെ കൊണ്ടുവരാൻ നടക്കുന്നത്. അതും ഇതൊക്കെ ചെയ്താൽ എനിക്ക് പ്യൂറാകും, എനിക്ക് പൂർണ്ണമാകാൻ സാധിക്കും എന്നൊരു തോന്നലാണ്. ഇത് തന്നെയാണ് അഹംബോധത്തിനും സംഭവിച്ചിട്ടുള്ളത്. ആ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ഭാവം, അത് ഉള്ളിൽ സ്മരണയുണ്ട്. പക്ഷേ തിരിച്ചു പോയാൽ ഞാൻ ഇല്ലാണ്ടാവും എന്നൊരു തോന്നല്. അതാണ് ഭയം എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഞാൻ തിരിച്ച് എൻ്റെ ഫാമിലിയിൽ ഒത്തൊരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ നേട്ടങ്ങൾക്ക് ഇല്ലാണ്ടാവില്ല. അപ്പൊ നമ്മൾ ബ്രദേഴ്സിന്റെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വാർത്ഥത നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള ഭയമാണത്. ഒരുമിച്ച് ജീവിച്ചാൽ എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല, ഒരു ഭയം. ഇത് തന്നെയാണ് ഈഗോന് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഭയം കാരണം തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ എനിക്ക് അതുപോലെ ആവും വേണം. അതുകൊണ്ട് വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൂർണ്ണതയെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ശ്രമം എന്നാണ് സഹജമാർഗത്തിന്റെ ഇപ്പോഴത്തെ ഗുരുനാഥനായ ദാജിവൽ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ, ആ പ്യൂരിറ്റിനെയും പൂർണ്ണതയെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ. അപ്പൊ ആ ഒരു ഒറിജിനൽ കണ്ടീഷനിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷമായിരുന്നു, പൂർണ്ണമായിട്ടുള്ള ഫ്രീഡം ആയിരുന്നു, പൂർണ്ണമായിട്ടുള്ള സ്നേഹം അനുഭവിച്ചിരുന്നു. അപ്പൊ അതിനുവേണ്ടി പലതും ചെയ്തു. ദാജി ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കും ഹാപ്പിനെസ് ഇൻഡെക്സ്.
നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യം ഹാപ്പിനെസ് ആണെങ്കിൽ ഹാപ്പിനെസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫുൾഫിൽ ഡിസയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസയേഴ്സ്. പൂർത്തീകരിച്ച ആഗ്രഹങ്ങളെ ടോട്ടൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ മുകളിലുള്ള ഭാഗം പൂർത്തീകരിക്കാൻ നോക്കുന്നത്, പൂർത്തീകരിച്ച ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഡിനോമിനേറ്റർ അവിടെ കിടക്കുകയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ആഗ്രഹം. അപ്പൊ ദാജി ഈ ഇക്വേഷനെ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്, താഴെയുള്ള ഇതിനെ സീറോ ആക്കാറ്, ടോട്ടൽ നമ്മൾ ആഗ്രഹങ്ങൾ ഈ സീറോ ആക്കുക. എനിക്ക് ആഗ്രഹം ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ എന്താവും, ഹാപ്പിനെസ് ഇൻഫിനിറ്റ് ആവും. വീട്ടിൽ ജീവിക്കുന്ന പോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആരാധന. കാരണം എന്താണ്, അവിടെ നമുക്ക് ഒരു ആഗ്രഹമില്ല, നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പാത്രം എടുത്തോട്ടെ, ഞാൻ ഈ മുറി താമസിച്ചു, ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, ആഗ്രഹിക്കേണ്ട കാര്യമില്ല. വീട് ഞാൻ ആഗ്രഹിക്കും, എൻ്റെ അച്ഛനമ്മേനെ ഞാൻ ആഗ്രഹിക്കും, ആഗ്രഹിക്കേണ്ട കാര്യമില്ല, അവരവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ തിരിച്ചറിവ് കൊണ്ടുവരണം ജീവിതത്തിൽ. അപ്പൊ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ആ ഡ്രൈവ്, അതാണ് ഈ ആഗ്രഹത്തിലൂടെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒറിജിനൽ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, ഒരു ക്രേവിംഗ് ആയിട്ട് ഇതിനെ മാറ്റണം. എങ്ങനെയെങ്കിലും എൻ്റെ ഈ തരത്തിലുള്ള പുറമേയുള്ള അട്രാക്ഷനെ ഇല്ലാണ്ടാക്കിയിട്ട് എനിക്ക് ആ ഒറിജിനൽ സ്മരണ തിരിച്ചു കൊണ്ടുവരണം, നിരന്തര സ്മരണ. അതിന് ഒറ്റ വഴിയുള്ളൂ. ലാലാജി മഹാരാജ്, ഹൈഡ് യുവർ സെൽഫ് ടു റിവീൽ ഗോഡ്. നിങ്ങൾ സ്വയം മറയേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ പ്രചോദനം. എന്നെ മറയ്ക്കുക, എൻ്റെ ക്രിയേഷൻ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രിയേഷൻ, ഇതുകൊണ്ടൊന്നും എനിക്ക് അവിടെ എത്തില്ല. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തുക, അവസാനം എന്നെ തന്നെ വിസ്മരിക്കുക. അതാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ ത്യാഗത്തിലൂടെ നമ്മൾ സ്നേഹത്തിൽ ഉയരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. അപ്പൊ ഈ തരത്തിലുള്ള ത്യാഗത്തിലേക്ക് നയിക്കാനായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങളെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിക്കും, ക്രേവിങ് ആയിട്ട് അതിനെ മാറ്റണം. അപ്പോൾ ആംബിഷനിൽ നിന്നും ആസ്പിറേഷനിലേക്ക് മാറണം എന്നാണ് ചാരിജി മഹാരാജ് പറയുന്നത്. ആംബിഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം. ഞാൻ നല്ലോണം പഠിച്ചു, എനിക്ക് റാങ്ക് കിട്ടണം, ഞാൻ നല്ലോണം പണിയെടുത്തു, എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടണം. ആസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം. എല്ലാവർക്കും ആസ്പിറേഷൻ ഒന്നാണ്. പുറമേ ചിലപ്പോൾ അതിന്റെ എഫക്റ്റ് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നതാണ്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ അതായത് ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ എത്ര പേര് വ്യൂവേഴ്സ് ഉണ്ട് എനിക്കറിയില്ല, നോക്കാറില്ല. അതെന്റെ ലക്ഷ്യമേ അല്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ആസ്പയർ ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ പറയാൻ സാധിക്കണം, ശ്രോതാക്കളിലേക്ക് ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യണം, കൂടുതൽ നന്നായി കൺവേ ചെയ്യണം. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം എനിക്ക് കമ്പാഷനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ പ്രചോദനമായിട്ട് നിൽക്കുന്നത്, ആസ്പിറേഷനായിട്ട് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മുമുക്ഷു എന്ന് പറയാൻ സാധിക്കും? നമ്മൾ സാധനാ ചതുഷ്ടയത്തിന്റെ അവസാന ഭാഗമായിട്ട് മുമുക്ഷു, അതായത് ക്രേവിങ് ഫോർ ദാറ്റ് ലിബറേഷൻ, മോക്ഷം, ഫ്രീഡം, ക്രേവിങ് ഫോർ ദാറ്റ് ഫ്രീഡം, ആഗ്രഹം, ആ ഫ്രീഡത്തിലുള്ള ആഗ്രഹം ആയിട്ട് മാറുകയാണ്. അപ്പൊ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞോളൂ. ഞാൻ കൂടുതൽ നന്നായി ചെയ്യുന്നുണ്ടോ, എൻ്റെ ഉള്ളിൽ ഈഗോ പ്രവർത്തിക്കുന്നുണ്ടോ, അത് ഞാൻ ഈഗോലെസ് ആയിട്ടുള്ള പെരുമാറുന്നത്, ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എവിടെയെങ്കിലും എൻ്റെ ഈഗോ ഇടപെടുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം, ഞാൻ ഇവിടെ ഒരു ആഗ്രഹം കൊണ്ടുവന്നു, അപ്പൊ എൻ്റെ പ്രവൃത്തി എല്ലാവരും ക്ലാപ്പ് അടിച്ചു, പക്ഷേ ഞാൻ ഹാപ്പി അല്ല, കാരണം ഞാൻ അവിടെ സെൽഫിഷായി. ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരും. അംബീഷനിൽ നിന്നും ആസ്പിറേഷനിലേക്ക് മാറുക, ഇതാണ് ആഗ്രഹത്തിന്റെ ട്രാൻസ്മ്യൂട്ടേഷൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.